ഒമാൻ എന്ന രാജ്യം നിരവധി തൊഴിൽ അന്വേഷകർക്ക് അത്താണിയായ സ്ഥലമാണ്. നല്ല താമസ സൗകര്യം, നിരവധി തൊഴിലവസരങ്ങളുമായി നിരവധി പ്രവാസി മലയാളികൾക്ക് ഒമാൻ പുതുജീവൻ തന്നെ നൽകിയിരുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഒമാന് ഒരു പ്രവാസിയെ പോലും വേണ്ടാത്ത അവസ്ഥയായി. മലയാളികളടങ്ങുന്ന നിരവധി തൊഴിലാളികൾ കഷ്ടപ്പെട്ട് ഒമാന്റെ പ്രൈവറ്റ് സെക്ടറുകൾ ഒരു നല്ല നിലയിൽ എത്തിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുകയാണ്, സ്വദേശികളായ ഞങ്ങൾക്കിവിടെ ജോലിയില്ല, ഈ പണിയൊക്കെ ഞങ്ങളങ്ങ് ചെയ്തോളാം, നിങ്ങളൊരൊറ്റ പ്രവാസികൾ പോലും ഇവിടെ ഒന്നും കാണരുതെന്ന്. പണി ശരിക്കും പണിയല്ലേ? ഒറ്റയടിക്ക് പോയത് 1-2 ആൾക്കാരുടെ പണിയൊന്നുമല്ല, 35,000 പ്രവാസികളുടെ ജോലിയാണ് ഒറ്റയടിക്ക് പോയത്. ആ വാർത്തയിലേക്ക്. ഒമാനിൽ സ്വദേശിവൽക്കരണത്തിന്റെ വേഗത കൂട്ടിയതോടെ 34,000-ലധികം വിദേശികൾക്ക് തൊഴിൽ നഷ്ടമായി. സ്വകാര്യ മേഖലയിലാണ് ഇത്രയും അധികം തൊഴിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നടപടികൾ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ എണ്ണത്തിലും വൻ കുറവാണ് അനുഭവപ്പെടുന്നത്. സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 87 തസ്തികകളിൽ താൽക്കാലിക വിസ നടപടിക്കടക്കം വിസ വിലക്കടക്കം നടപടികൾ ഒമാൻ കഴിഞ്ഞ വർഷം തുടക്കമിട്ടിരുന്നു. മൊത്തം 34,266 വിദേശികൾക്കാണ് സ്വകാര്യ മേഖലയിൽ നിന്നും ജോലി നഷ്ടപ്പെട്ടതെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം അവസാനം രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 19 ലക്ഷത്തോളമാണ്. 2017 അവസാനം ഇത് 19 ലക്ഷത്തിന് മുകളിലായിരുന്നു. സ്വദേശികൾക്ക് കൂടുതലായി തൊഴിൽ ലഭ്യമാക്കാൻ കൈക്കൊണ്ടുവരുന്ന നയങ്ങളാണ് രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനുള്ള കാരണങ്ങളിൽ ഒന്നെന്നാണ് ഇവർ പറയുന്നത്. ചില തസ്തികകളിൽ വിദേശികളെ ജോലിക്കെടുക്കുന്നതിനുള്ള അനുമതി താൽക്കാലികമായി മരവിപ്പിച്ചത് കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ ലഭിക്കുവാൻ സഹായകമായിട്ടുമുണ്ട്. നിലവിൽ 17 ലക്ഷത്തോളം വിദേശ തൊഴിലാളികളാണ് ഒമാനിലുള്ളത്. വിദേശികളുടെ അടക്കം 65,000-ലധികം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. സ്വദേശികൾക്ക് പരിഗണന നൽകിയ ശേഷം മാത്രം വിദേശികൾക്ക് പരിഗണന നൽകുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും ആൾക്കാരുടെ വയറ്റത്ത് ആഞ്ഞടിച്ചിട്ട് വേണ്ടായിരുന്നു ഒമാന് ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം പറയുന്നത്.